നീ ഒന്നടിച്ചു, ഞാൻ രണ്ടടിച്ചു. അവസാനം ഒരു ദിവസം കളിച്ച് അപ്പൊ ജഗദീഷേട്ടൻ മാറി ഇമോഷണായിട്ട് അവിടെ പോയിരിക്കുക. പുള്ളി കണ്ണൊക്കെ ചോന്നു വിട്ടുകൊടുക്കരുത് ജഗദീഷ്. മനോജ് എന്നെ വിളിക്കുകയാണ്. അപ്പൊ ഞാൻ നേരെ നഷ്ടപ്പെടുത്തത്. പക്ഷേ മനോജ് എരിവ് കയറ്റുന്നുണ്ട് കേട്ടോ. വിട്ടുകൊടുക്കണേ. ഇങ്ങനെയാണ് ചാണക്യൻ. എടുത്ത് ഒരു മാൻ പെട്ടുപോവുകയാണ്. പക്ഷെ വേറെ അശോകൻ അങ്ങനെ അത്ര മാനൊന്നും അല്ല. അശോകൻ വേണ്ട സമയത്ത് ചീറ്റപ്പുലി ആവാനും അറിയാം. അശോകൻ ചീറ്റപ്പുലി മാനൊന്നും അല്ല, പ്രസവിച്ച് കിടക്കുന്ന സിംഹമാണ്. അവര് ഭയങ്കര വയലന്റ് ആണ്. ഞാനിപ്പോ എന്ത് ചെയ്യാനാ? ഈ ഹോൾ ടീമിനെ എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ മാന്യന്മാരായിട്ട് അഭിനയിക്കാൻ അവർ മിടുക്കന്മാർ. എല്ലാവരും കാണുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വരും. പക്ഷെ അതെല്ലാം അതിജീവിച്ചു നമ്മള്. കാരണം നമ്മൾ ഒരുമിച്ച് അഭിനയിക്കുന്ന ആൾക്കാരാണല്ലോ. സന്തോഷമാണ് ഞങ്ങളുടെ ദുഃഖം. അതെ, പറഞ്ഞേ തെറ്റിപ്പോയാ. ഞങ്ങളുടെ വെൽഡിംഗ് അറിയാമെങ്കിൽ ഈ ലോകത്തോടെ പോയി ജീവിക്കാം എന്ന് പറയുന്നത്. ഞാൻ യു കെയിലൊക്കെ പോയി വെൽഡിംഗ് എന്താണ് ഭയങ്കരമായിട്ട് ഇതുവരെ അല്ല. ഡയറക്ടറുടെ പ്രത്യേകത വിവരക്കേട് കേട്ടാ മൗനം പാടി. Introducing Lulu Holidays, your one-stop travel partner. Holidays for families, couples, and solo travelers. With Lulu Holidays, it's not just travel, it's an experience to remember. നമസ്കാരം. ലുലു ഹോളിഡേസ് പ്രസന്റ് സംതിങ് സ്പെഷ്യലിലേക്ക് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ എന്റെ ഈ സംതിങ് സ്പെഷ്യൽ കേട്ടോ ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് തന്നെ ആരൊക്കെയാ വന്നിരിക്കണമെന്ന് കണ്ടല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. ധീരനും ഇവര് രണ്ടുപേര് ധീരനും ഇവരുടെ കംപ്ലീറ്റ് ടീമാണ്. ജഗദീഷ് ഏട്ടൻ ഈ സൈഡിലേക്കും ഇദ്ദേഹം രാജേഷ് ഈ സൈഡിലേക്കും ഒക്കെ ലീഡ് ചെയ്യും എന്നൊക്കെ വിചാരിച്ച് നമ്മളങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ നമ്മൾ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഞാനിവിടെ കണ്ടെടുത്തോളം ഈ യൂത്താണ്, ഇവർക്കാണ് എനർജി ലെവൽ കൂടുതൽ എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇരുന്നപ്പോഴും ഇവര് ഭയങ്കര സൈലന്റാ. ഇവരെ ഇങ്ങനെ മറക്കണ കൗണ്ടർ ആയിട്ടാണ് ഇവിടെ എല്ലാരും ഇരിക്കണത്. അതെന്താ നിങ്ങൾ ഭയങ്കര സൈലന്റ് ആയി പോയി? അവര് ഭയങ്കര വയലന്റ് ആണ്. ഞാനിപ്പോ എന്ത് ചെയ്യാനാ? നമ്മളെന്ത് ചെയ്യാൻ പറ്റും? നമ്മള് മഹാത്മജിയുടെ പാതയിൽ നടക്കുന്നവരാണ്. നിങ്ങൾ ഇങ്ങനെ എന്താ പറയാ കൺട്രോൾ ചെയ്ത് സമാധാനത്തോടെ അങ്ങനെ നിൽക്കണം. പക്ഷെ ഇവർ വിട്ടു തരുന്നില്ല. അവര് കിങ് ജോങ് ഉങ്ങിന്റെ ആൾക്കാരാണ്. അവരെ ഒരു പരിധി കഴിഞ്ഞ് തറയാവാറില്ല. പാവം ക്രൂരന്മാരാണ്. ആണല്ലേ? അങ്ങനെയുണ്ട്. അങ്ങനെ ചില സമയത്ത് പാവങ്ങളാണ്. ചില വെള്ളിയാഴ്ചകളിൽ മാത്രം. പക്ഷെ നിങ്ങളുടെ എന്താ പറയാ നിങ്ങളൊരു അഴിഞ്ഞാടിക്കൊണ്ടിരുന്ന പോലെ അല്ലെങ്കിൽ നമ്മള് അർമാദിക്കാന്നൊക്കെ പറയില്ലേ, അതുപോലെയൊക്കെ ഈ പിള്ളേരുണ്ടോ? ഇവര് ശിശുക്കളാണോ? രണ്ടും റോങ് ആ. അഴിഞ്ഞാടുകയും അർമാദിക്കലും. ജയദീഷ് ഏട്ടാ ഇല്ല, സിറ്റുവേഷൻ അനുസരിച്ച് അവര് പെരുമാറും. അവരിപ്പോ നമ്മുടെ മുന്നിലായോണ്ട് കുറച്ച് അവർ ഒറ്റയ്ക്ക് കൂടി അവർ ഈ ഹോൾ ടീമിനെ എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ മാന്യന്മാരായിട്ട് അഭിനയിക്കാൻ അവർ മിടുക്കന്മാർ. അത് തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായല്ലോ. തുടങ്ങിയപ്പോ ആരാണ് സ്കോർ ചെയ്തത്? അവരല്ലേ സ്കോർ ചെയ്ത് തുടങ്ങിയത്. ഇതുവരെ സൈലന്റ് ആയിട്ടിരിക്കുന്നു. പരിപാടി തുടങ്ങട്ടെ എന്ന് കാത്തിരിക്കും. പക്ഷെ നമ്മളൊരു കാര്യത്തിലേക്ക് വരട്ടെ. നിങ്ങൾ ആരും വിട്ടുകൊടുക്കൂല. വിട്ടുതരാൻ സമ്മതിക്കില്ല ഞങ്ങൾ. ഇല്ല, നമുക്ക് അവര് ഷൈൻ ചെയ്യുന്നതാണ് നമ്മുടെ സന്തോഷം. അവര് ഷൈൻ ചെയ്യണം, അവര് ഷൈൻ ചെയ്യണം. എനിക്ക് ഷൈൻ ചെയ്യണം. അപ്പൊ അതാണ് എന്റെ ആഗ്രഹം. അത് ഷൈൻ ചെയ്യാൻ വേണ്ടി മാക്സിമം നമ്മൾ അവസരം അവർക്ക് ഒരുക്കുക. അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ എന്തുകൊണ്ട് ചെയ്യില്ലേ അശോക്? അല്ല, ഷൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു അവസരം തരുമോ? ഈ ഞങ്ങള് നിങ്ങളെന്നുള്ള സംഭവം ഇല്ല. നമ്മളാണ്, നമ്മളൊന്നാണ്. അതാദ്യം മനസ്സിലാക്കണം. നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒന്നാണ്. ഞങ്ങൾ നിങ്ങൾ എന്നുള്ള രീതിയിൽ സംസാരിക്കും. ആങ്കറല്ലേ അല്ലല്ല, നിങ്ങളല്ല. നിങ്ങൾ സുധീഷ് പറഞ്ഞതിനോട് 100% യോജിക്കുന്നു. ദൈവത്തോട് നിങ്ങൾ ഞങ്ങൾ നിങ്ങൾ എന്നെ നോക്കി പറയണ്ട കേട്ടോ. ഞാൻ അങ്ങനെ പറഞ്ഞു പ്ലീസ്, അങ്ങനെ പറയരുത്. ഞങ്ങൾ നമ്മളെല്ലാരും കൂടെ നിൽക്കാൻ വരെ തയ്യാറാണ്. അതെ, ഈ സിനിമയ്ക്ക് വേണ്ടി നിങ്ങളൊപ്പം നിൽക്കാനും ഞങ്ങൾ തയ്യാറാണ്. അത്ര വരെ പോകാനും ഞങ്ങൾ തയ്യാറാണ്. ഇവരുടെ സന്തോഷമാണ് ഞങ്ങളുടെ ദുഃഖം. അതെ, അതല്ല പറഞ്ഞേ തെറ്റിപ്പോയാ. ഞങ്ങളുടെ ദുഃഖമാണ് പറഞ്ഞേ തെറ്റിപ്പോയി. ഞങ്ങളുടെ ദുഃഖമാണ്. അത് അങ്ങനെയാണ്.
തിരിച്ച് മാറിപ്പോയത്. അല്ല ഇതെന്തോ ശരിക്കും ഡയറക്ടർ ഇതിനിടയിൽ ഒന്നും പറയാതെ എന്താണ് ദേവദത്ത് ഭയങ്കരമായിട്ട് ഇതുവരെ. അല്ല ഡയറക്ടറുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിവരക്കേട് കേട്ടാ മൗനം പാലിക്കും. അതെ അതാണ് ഞാൻ സമ്മതിച്ചു. അതൊരു സെൽഫ് ഗോൾ ആയിരുന്നെങ്കിലും കുഴപ്പമില്ല. അതെ കറക്റ്റ്. പക്ഷെ ദേവദത്ത് നമ്മളൊക്കെ വിചാരിക്കില്ലേ ജഗദീഷ് ചേട്ടൻ ഓക്കെ ഇന്നൊരു ക്യാരക്ടർ ആയിരിക്കും, ഇതൊക്കെ കാണുമ്പം ഇങ്ങനെ ഓരോരുത്തരും വെച്ച് നമ്മൾ നോക്കുമ്പോൾ പക്ഷെ ഞാൻ ആ ട്രെയിലർ കണ്ടപ്പോഴേ ഞെട്ടിപ്പോയി. അതിനകത്ത് പിന്നെയും ഉള്ളത് ജഗദീഷ് ചേട്ടൻ ആ ഒരു സീരിയസ്, അശോക് ഏട്ടൻ, മനോജ് ഏട്ടൻ, സുധീഷ് ഏട്ടൻ, ഇവരുടെയൊക്കെ നമ്മൾ വിചാരിക്കുന്ന ഇമേജിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ക്യാരക്ടറാണ് ഇതിനകത്ത് ഇവരെല്ലാം പ്ലേ ചെയ്യണത്. അവരെ പേഴ്സണലായിട്ട് അറിയാം. കുട്ടികൾ മിണ്ടുന്നില്ലേ? ശബരീഷ് നിങ്ങളെയാണ് എയിം ചെയ്തത്. ഇത് മറ്റേ ഇതല്ല, ഫൈറ്റ് അല്ല അല്ലേ? ഓ സോറി. അല്ല എന്നാലും ഇരിക്കട്ടെ. അല്ല അവരവർക്ക് പറ്റിയ രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ആണ് ദൈവം എല്ലാവർക്കും കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഉദ്ദേശിച്ചത്, ഇവിടെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അശോകന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ വളരെ റൊമാൻറ്റിക് ആണ്. അതെ, അതിന്റെ ഒരു വൈബ് പിടിച്ചിട്ടാണ് അശോക് ഏട്ടൻ ഇട്ടിരിക്കുന്ന ഡ്രസ് തന്നെ കണ്ടോ, കാർഗോ ജീൻസ് ആണ്. അല്ല നേരത്തെ നോക്കി സംശയം ഉണ്ടായിരുന്നു എനിക്ക്. ഇത് കുറെ നേരം കൊണ്ട് പിടിച്ചു നോക്കുന്നുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ കാർഗോ ജീൻസ്. ചെന്നൈയിലെ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ്, ഡിസ്കൗണ്ട് സെയിൽ. ഒരെണ്ണത്തിൽ 100 രൂപ നോട്ട്, മറ്റേ 50 ഇടാൻ വേണ്ടി. രണ്ട് ടൈപ്പ് ഓഫ് പേനയൊക്കെ ഇവിടെ ഒന്നിൽ ഫോണ്, മറ്റേതിൽ ഒന്നിനൊരു കുറവുണ്ടാകും അല്ലെ? എന്ത് കിട്ടിയാൽ നമുക്ക് എവിടെ വെക്കും? ഇപ്പൊ 1 കോടി രൂപ കിട്ടി, അതാണ് രണ്ട് ടൈപ്പ് ഓഫ് ബ്ലാക്ക് മണി, വൈറ്റ് മണി വയ്ക്കാൻ. റൈറ്റ് ലെഗില് ബ്ലാക്ക് മണി. ആഗ്രഹിക്കാല്ല, ആഗ്രഹത്തിന് 1 കോടി രൂപയൊക്കെ ഇതിനകത്ത് കൊള്ളും സുഖമായിട്ട് ചെയ്യട്ടെ. ഓക്കെ അരുൺ, അഭിരാം, നിങ്ങളും പറയൂ നിങ്ങളുടെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന നിങ്ങളുടെ ആ ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ്. സിനിമ ഇങ്ങനെയല്ല, കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണെന്ന് പറയുന്നത്. ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ പിന്നെ അഭിരാം അതായത് റെസ്പെക്ട് മനസ്സിലാവും. നല്ല അനുഭവമാണ്. ഒരു പ്രത്യേകത ഇപ്പൊ ഉള്ളത് വെച്ചാല് എന്നെ സിനിമയിൽ കൊണ്ടുവന്ന വ്യക്തിയാണ് ഇവിടെ ഇരിക്കുന്നത്, സിദ്ധാർത്ഥ ഭരതൻ. ഗുരുവാണ്, ഗുരു. എന്റെ ആശയമാണ്. ആദ്യമായിട്ടാണ് വിഷമുണ്ടോ? അഭിമാനം മാത്രമേ ഉള്ളൂ, അഭിമാനം. അപ്പൊ ഇങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ ഇങ്ങനെ ഇന്റർവ്യൂവിൽ ഇരിക്കാൻ പറ്റി എന്നുള്ളത് എന്നെ സംബന്ധിച്ചുള്ള ആദ്യത്തെ അനുഭവം, ഏറ്റവും വലിയ അനുഭവം, വലിയൊരു സന്തോഷമാണ്. പിന്നെ ജഗദീഷ് ചേട്ടനായിട്ട് ഞാൻ ഫാലിമി വർക്ക് ചെയ്തിട്ടുണ്ട്. സുധീഷ് ചേട്ടനെയും അരുൺ ചേട്ടനെയും മുന്നേ അറിയാം, വർക്ക് ചെയ്തിട്ടില്ല. 5ാം പാതിരയിലുണ്ട്, അരുൺ ചേട്ടനുണ്ട്, സുധീഷ് ചേട്ടനുണ്ട്. പക്ഷെ നമ്മൾ ഒരുമിച്ച് സീൻസ് ഇല്ലായിരുന്നു. മനോജ് ചേട്ടൻ ആദ്യമായിട്ടാണ് കാണുന്നത്. രാജേഷ് നമ്മുടെ നാട്ടുകാരനാണ്. ശബരീഷ് എന്നെ കുറിച്ച് പറയണ്ട, ഇനി പറഞ്ഞുകൂടുതലും ആദ്യമായിട്ടാണ്. അപ്പൊ ഒരുപാട് പുതിയതും പഴയതും. അശോകേട്ടൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത്. അപ്പൊ അശോകന് ആദ്യം കണ്ടപ്പോ കാര്യം പറയാം. അതെ ചേട്ടാ, അത് കഴിഞ്ഞില്ല ചേട്ടാ. ആദ്യം കണ്ടപ്പോ ഇപ്പൊ ഞാൻ പറയാം, അഭിരാം ഇങ്ങനെ വരുമ്പോ അശോകനെ കാണുന്നു. ചേട്ടൻ മതിയല്ലോ അല്ലേ? എന്താണ് മനസ്സിൽ തോന്നിയത്? അശോകൻ എന്താ മനസ്സിൽ തോന്നിയെന്ന് ചോദിക്കും. അല്ല അഭിരാം എന്നിട്ട് അശോകൻ പറയും, അശോകന്റെ മനസ്സിൽ തോന്നി പറയും. അശോകനെ കാണുമ്പോ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വന്നു. അല്ല എല്ലാരും കാണുമ്പോ ഇപ്പൊ ജഗദീഷ് ചേട്ടനെ കാണുമ്പോഴാണെങ്കിലും എനിക്ക് എല്ലാരും കാണുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വരും. പക്ഷെ അതെല്ലാം അതിജീവിച്ചു നമ്മള്, കാരണം നമ്മൾ ഒരുമിച്ച് അഭിനയിക്കുന്ന ആൾക്കാരാണല്ലോ. ഇപ്പോഴാണ് പരിപാടി തുടങ്ങിയത്. കാരണം വിഗ്രഹങ്ങൾ ഉടയാന്ന് പറയല്ലോ. ഉടയാത്ത വ്യക്തിയാണ് അശോകൻ. അതാ ഞാൻ പറഞ്ഞു വന്നത്. അത് ഉടയാത്ത വ്യക്തിയാണ് അശോകൻ. ഉടഞ്ഞതാരൊക്കെയാണ് അത് ഞാൻ പറയില്ല, പറഞ്ഞേ പറ്റൂ. പറയാനടുത്ത ചോദ്യം. അതില് അഭിരാമിന്റെ ഒരു ജീവിതത്തിൽ പറയുന്ന വെറും തമാശയായിട്ട് എടുക്കരുത്. അഭിരാമിന് പറ്റിയ ഒരു ഏറ്റവും വലിയ പാളിച്ച അഭിരാം തുറന്ന് സമ്മതിച്ചതിന് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം ആരെയും വിഗ്രഹങ്ങളായിട്ട് കാണാൻ പാടില്ല എന്നുള്ളൊരു
സംഭവമാണ് പുള്ളി പറഞ്ഞത്. അതെ. നമ്മൾ ആരും വിഗ്രഹങ്ങളെ ദൈവമായിട്ട് നമ്മൾ അങ്ങനെ കാണാൻ പറഞ്ഞായിരുന്നോ? അതാണ് ഇതിന്റെ വരികൾക്കിടയിൽ വായിച്ചെടുക്കേണ്ടത്. നമ്മൾ ആരും വിഗ്രഹങ്ങളായിട്ട് കാണാൻ പാടില്ല, നമ്മൾ മനുഷ്യരായി കാണണം. അതുകൊണ്ട് അങ്ങനെ വിഗ്രഹങ്ങളായി കണ്ടത് കൊണ്ട് വന്ന പാളിച്ചയാണ് അത് അഭിരാമിനെ വലിയ അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ധീരനിൽ വലിയൊരു പാളിച്ച പറ്റി. അതെ ധീരൻ ഒരു പരാജയമായിരുന്നു അതിന്റെ അകത്ത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിഗ്രഹങ്ങളായിട്ട് എല്ലാവരും കാണുമ്പോ പറഞ്ഞ ശരി. നമ്മളെ ഇപ്പൊ എന്നെയോ മനോജിനെ സുധീഷിനെയോ അശോകനെയൊക്കെ വിഗ്രഹങ്ങളായിട്ട് കാണുക എന്ന് പറഞ്ഞാൽ നമ്മളെ ദൈവമായിട്ട് കാണുക എന്നുള്ളതാണ്. അതെനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യം. എന്നെ നിങ്ങളിൽ ഒരാളായിട്ട് കാണുക. അതെ, നിങ്ങൾ ഇത് എന്നുപോലെ നിങ്ങൾക്ക് തോന്നി തുടങ്ങിയത് ഈ അടുത്ത കാലത്താണോ? വിഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ലേ. വിഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ അല്ല, എന്ന് മുതലാണ് അത്. അഭിരാമൻ ഒരു കോമൺ ആയിട്ട് ഒരു ഉദാഹരണം പറഞ്ഞു. കോമൺ ആയിട്ട് ഉദാഹരണമല്ല ഞാൻ പറഞ്ഞു, വളരെ സ്പെസിഫിക് സ്പെസിഫിക് ആയിട്ട് സ്പെസിഫിക് ആയിട്ട് അഭിരാം അതിങ്ങനെ നോക്കി എന്നെ നോക്കി കണ്ണിറുക്കി കാണിച്ചത് എനിക്ക് ഇഷ്ടമായി. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. അല്ല, അത് ജഗദീഷ് എനിക്ക് അതിന്റെ അസുഖം ഉണ്ടായിരുന്നു. എന്താന്നറിയില്ല, ജഗദീഷ് ചേട്ടനാണെങ്കിലും അശോകനാണെങ്കിലും എന്നെ കാണുമ്പോൾ പ്രത്യേകിച്ച് അവർക്കൊരു തമാശ കൂടുന്നുണ്ട്. ഒരു ചിരി ഇരുത്തിയിട്ട് എന്നെ ഒന്ന് ഇരുത്തി പറയാനും എന്റെ അടുത്ത് കുറെ കാര്യങ്ങൾ ചോദിക്കാനും എന്നെ കുറിച്ച് മനസ്സിലാക്കാനൊക്കെ അവർ ശ്രമിച്ചിട്ടുണ്ട്. അവരെത്രത്തോളം എന്നെ മനസ്സിലാക്കിയെന്ന് എനിക്ക് അറിയാൻ പാടില്ല, പക്ഷെ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് അവരുടെ അടുത്ത്. ഇത്രയും സീനിയർ ആയിട്ടുള്ള ആൾക്കാർ നമ്മളിരുത്തി സംസാരിക്കാൻ. അല്ല, നമ്മള് സമയം സെറ്റില് ഷോർട്ടിലല്ലാത്ത സമയം പോകാനൊക്കെ ആയിട്ട് ഓരോ രീതിയിലും ഒരു എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അതില് അഭിരാം നമ്മുടെ കൂടെയുള്ള ചർച്ചകളിലൊക്കെ ഒരു ക്യാരക്ടർ ആയിരുന്നു. ഓ, പക്ഷെ എപ്പോഴും ഈ സെറ്റിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവ് ആൻഡ് ടേക്ക് ഫുൾ കൗണ്ടറും അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. ഇവരുണ്ടുവരും മനോജേട്ടൻ എപ്പോഴും എരുതിയിൽ ഇങ്ങനെ എണ്ണ ഒഴിച്ച് അങ്ങ് തരും. അയ്യോ, പോണ വഴിക്ക് ഒരു തട്ടി കൊടുത്തിട്ട് പോകും. എന്തത്? അതെന്തുകൊണ്ട് ആ പേര് വന്ന്? ഭയങ്കര ബുദ്ധിയാണ് ചാണക്യൻ. ഈ ഒരു വിഷയത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ആണോ? ഈ ഒരു എരുതിയില് മാത്രമേ ഉള്ളൂ. ആസ്വദിച്ചിരിക്കും. ഒന്നും അറിയാത്ത പോലെ. ഈ അഭിരാം ഒരു ദിവസം ഭയങ്കര ഇമോഷണൽ ആയിട്ട് സീരിയസ്ലി പറയാണ്. പുള്ളിക്ക് ഭയങ്കര ഫീൽ ചെയ്തു. കാരണം ജഗദീഷ് ചേട്ടൻ ഇങ്ങനെ അശോകനായിട്ട് കൊന്നോണ്ടിരിക്കുക. കുറെ പുള്ളിയുടെ അടുത്ത് പേഴ്സണൽ എന്നിട്ട് ഒന്നും പറ, എത്ര നേരെ പാവത്തിനായിട്ട് കൊന്നോണ്ടിരിക്കുന്നത് നിർത്താൻ പറ. നമുക്ക് ചിരിക്കാനും പറ്റുന്നില്ല. കാരണം പുള്ളിക്ക് അതാണ് പ്രശ്നം. ചിരിച്ചാ മോശമല്ലേ? ഒരു സീനിയർ ആർട്ടിസ്റ്റ് കൊല്ലുന്ന പുള്ളി ഇത് ചിരിച്ചാ മോശമല്ലേ? ജഗദീഷ് ചേട്ടൻ പിണങ്ങൂലേ? എടുത്തത് ആരോട് നിന്നു? ജഗദീഷ് ചേട്ടന്റെ കൂടെ നിന്നു, അശോകേട്ടന്റെ കൂടെ പോയി. എല്ലാവരും എഴുന്നേറ്റു പോകും. ശബരീഷ് ആ ഭാഗത്തേക്ക് വരലില്ല. ശബരീഷ് പ്രദേശത്ത് വരത്തില്ല കേട്ടോ. അപ്പം വരത്തില്ല. അവന് നിക്കാനും അറിയാം. അങ്ങനെ ഒരു ടോപ്പിക്. അതായത് ഒരു ചീറ്റപ്പുലി എടുത്ത് ഒരു മാൻ പെട്ടുപോയതാണ്. അല്ല, ആരാ മാൻ ആരാ ചീറ്റപ്പുലി? ഇതല്ലേ പറഞ്ഞ മാൻ, ഇത് ചീറ്റപ്പുലി. പക്ഷെ വേറെ അശോകൻ അങ്ങനെ അത്ര മാനൊന്നും അല്ല. അശോകൻ വേണ്ട സമയത്ത് ചീറ്റപ്പുലി ആവാനും അറിയാം. അങ്ങനെ പറഞ്ഞ് അശോകൻ ചീറ്റപ്പുലി മാനൊന്നുമല്ല, പ്രസവിച്ച് കിടക്കുന്ന സിംഹമാണ്. അതെന്താ അതിന്റെ പിന്നിൽ? ആ സമയത്ത് അയ്യോ ഭയങ്കര ആ കുട്ടികളെ ഭയങ്കരമായിട്ട് നോക്കുന്ന സമയത്ത് പ്രസവിച്ച് കിടക്കുന്ന സിംഹത്തിന്റെ അടുത്ത് ആരും പോകരുത്. അല്ലാതെ തന്നെ സിംഹത്തിന്റെ അടുത്ത് ആരും പോകരുത്. പ്രസവിച്ച അശോകനാണോ? പ്രസവിച്ച് കിടക്കുന്ന സിംഹത്തിന്റെ അടുത്ത് ഒരിക്കലും പോകരുത്. ആവശ്യം വന്നാൽ ഭൂമിയോളം ക്ഷമിക്കാനും അറിയാം. നസീർ സാറിന്റെ സിനിമയിലെ കഥാപാത്രം പോലെയാണ്. ഭയങ്കര സൈക്കിൾ. നീ ഒന്നടിച്ചു, ഞാൻ കൊണ്ടു, രണ്ടടിച്ചു, അവസാനം അല്ല ഒരു ദിവസം അലമ്പായി കേട്ടോ. ഒരു ദിവസം കളിച്ച് ഇവര് പിണങ്ങി, ഇവര് പറയില്ലെന്ന് കേട്ടോ. പക്ഷെ ഇവര് തമ്മിൽ പ്രശ്നമായി. പക്ഷെ അതിന് കാരണക്കാരൻ ജഗദീഷേട്ടനാണല്ലേ. എന്തെങ്കിലും പറഞ്ഞാലും ശരി, ഞങ്ങള് ജാലകം സിനിമ തൊട്ട് തുടങ്ങിയാണ്. ഇതേപോലെ ഞങ്ങൾ ഇണങ്ങും, പിണങ്ങും,
ഞങ്ങൾക്ക് മനസ്സിൽ പകയില്ല. ഞങ്ങൾക്ക് ഇതൊന്നും അറിയാമോ? ഞങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ ഞാൻ സീരിയസ് ആയി ഞാൻ കോമഡിക്കില്ല, എന്നെ വിട്ടേക്ക്, ഞാൻ ക്ഷമ ചോദിക്കുകയാണ്, ഞാൻ ഇപ്പൊ നോക്കി. അപ്പൊ ജഗദീഷേട്ടൻ മാറി ഇമോഷണലായിട്ട് അവിടെ പോയിരിക്കുക, പുള്ളിയും കണ്ണൊക്കെ ചുമന്നു. എനിക്കറിയാം ഈ ജാലക സിനിമയിൽ ഇൻഹരിയർ നഗറിൽ ഞാനും മുകേഷും സിദ്ദീഖും എല്ലാം കൂടെ അശോകനെ കളിയാക്കുമ്പോൾ ഇതേപോലെ അശോകൻ പരിഭവിക്കും, അശോകൻ തിരിച്ച് എന്നെ കളിയാക്കും, എന്തെങ്കിലും പറയും. അത് എല്ലാവർക്കും അറിയില്ല അതെന്താണെന്നുള്ളത്. ഇത് പറയുന്ന ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി ഞങ്ങളുടെ ഹ്യൂമർ പവർ തന്നെ കൂട്ടുകയാണ്. അത് ട്രെയിനിങ് ആണ്. അത് പലരും കാണുമ്പോ വരും. പിറ്റേ ദിവസം രാവിലെ നമ്മളെ കാണുമ്പോ ഇവരെല്ലാം കൂടെ ഇന്നലെ എന്തൊരു ഉടക്കായിരുന്നു. ഇത് ഞങ്ങൾ പ്ലേ വരെയുണ്ട്. ജഗദീഷേട്ടൻ്റെ അടുത്ത് പേഴ്സണലി പറയാ, നിനക്ക് കണ്ടല്ലേ എന്നെ ഇയാൾ എന്തെല്ലാം കളിയാക്കുന്നു, ഞാൻ എന്തെങ്കിലും റിയാക്ട് ചെയ്തു, നിങ്ങൾ പറ. എല്ലാം എന്റെ അടുത്താണല്ലോ പറയുന്നത്, ഞാൻ ഇടയ്ക്ക് കാരണം ഞാനല്ലോ ഇത് മനോജിന്റെ മനസ്സറിയാൻ വേണ്ടി പറയുന്നതാണ്. മനോജ് അത് വിട്ടുകൊടുക്കരുത്, മനോജ് എന്നെ വിളിക്കുകയാണ്. അപ്പൊ ഞാൻ നേരെ നഷ്ടന്റെ അടുത്ത് അശോക മനോജ് എരിവ് കയറ്റുന്നുണ്ട് കേട്ടോ, വിട്ടുകൊടുക്കണേ അശോകൻ ചെന്ന് ജയദോഷ് അത് പറയേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോ മനോജ് വിട്ടുകൊടുക്കരുത് അശോക. ഇങ്ങനെയാണ് ചാണക്യൻ. സീരിയസ് ആയിട്ട് അരമണിക്കൂർ ഷൂട്ടിംഗ് ഏറ്റവും സംഭവം അരമണിക്കൂർ ഷൂട്ടിംഗ് എനിക്ക് തന്നെ നമ്മുടെ അഭിനയത്തെ കുറിച്ച് ഒരു ഇംപ്രഷൻ തോന്നിയത് ഞങ്ങൾ ഉടക്കുന്നതായിട്ട് അഭിനയിച്ചു. അതേറ്റു എല്ലാവരും സൈലൻസ്. ഞാനും അശോകനും ഉള്ളിൽ ചിരിക്കുകയാണ്. ചിരിയോട് ചിരി, എനിക്ക് ചിരിയോടുന്നുണ്ട്. അശോകൻ എന്താക്കി ഇവരാണെങ്കിൽ ആശ്വസിപ്പിക്കുന്നു, എന്നെ വന്ന് ഒരാൾ ആശ്വസിപ്പിക്കുന്നു, അശോകനെ അശോകൻ പറയട്ടെ, ബാക്കി അശോകൻ പറയട്ടെ. എനിക്ക് എന്റെ കണ്ണു പറയുന്നു. അല്ല നമുക്കിനി കുറച്ച് സിനിമയെ കുറിച്ച് അതല്ലേ ഇവിടെ ഷോ. സിനിമയെ കുറിച്ചുകൂടെ ആലോചിക്കുമ്പോ എനിക്ക് സിനിമയെ കുറിച്ചുകൂടെ എന്തെങ്കിലും ഒന്ന് ചോദിക്കാന്ന് ഒരു അപേക്ഷയാണ്. എന്താ ശബരീഷ്, ഇതൊക്കെ തന്നെയല്ലേ ധീരന്റെ പ്രൊമോഷനിൽ അല്ല ഇതൊക്കെ തന്നെയായിരുന്നു സിനിമ, അത് വേറെ കാര്യം. ശരിക്കും നമ്മള് ധീരൻ ഇതിന്റെ ആ ഒരു പ്രൊമോ വീഡിയോ കണ്ടപ്പോ തുടങ്ങിയതാണ്. ഇത് ഇത്രയും പേര് പറയുമ്പോ തന്നെ എന്തോ ഒരു സംഭവം നമ്മൾ ഇതുവരെ നമ്മുടെ കുറെ നാളുകളായിട്ട് മലയാള സിനിമയിൽ കാണാത്ത ഒരു കൗതുകം ഇതിൽ ഉണ്ട്. അത് നമുക്ക് ഇപ്പോഴും വന്നിരിക്കുമ്പോ തന്നെ ആ വൈബ് മനസ്സിലാവുന്നുണ്ട്. അപ്പോ ഈ സിനിമ ശരിക്കും എന്ന് പറയണത് ഒരു താങ്കൾ സിദ്ദിഖ് ലാലിന്റെ ഒരു ഫാനാണെന്ന് എനിക്കറിയാം. അപ്പൊ ഇൻഹരിയർ മുമ്പേ പറഞ്ഞ പോലെ ആ ഒരു ജോണറിൽ നമ്മൾ കണ്ടുപോയ തരത്തിലുള്ള സിനിമകളുടെ ഒരു ഓർമ്മപ്പെടുത്തലാണോ അത് എൻറ്റയർലി ഈ ഒരു കംപ്ലീറ്റ് ടീമിനെ വെച്ച് പുതിയ ഒരു അനുഭവമായിരിക്കും ഞങ്ങൾക്ക് തിയേറ്ററിൽ കിട്ടാൻ പോണത്? ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ സിദ്ദിഖ് ലാൽ സിനിമകളുടെ, എനിക്ക് അവരുടെ സിനിമകളുടെ ഒരു ഫോർമാറ്റ് എപ്പോഴും ഇഷ്ടമാണ്. ഇപ്പോ റാംജി റാവ് സ്പീക്കിംഗ് ആണെങ്കിലും മാനർമത്തായി അല്ലെങ്കിൽ ഇൻഹരിയർ നഗർ, അതില് ഒരു സീരിയസ് ആയിട്ടുള്ള സംഭവം ഒരു സ്ഥലത്ത് നടക്കുന്നുണ്ടാവും, ഇപ്പുറത്ത് വളരെ രസകരമായ ഹ്യൂമർ സംഭവങ്ങൾ വേറൊരു സ്ഥലത്ത് നടക്കുന്നുണ്ടാവും. ഒരു പോയിന്റിൽ ഇത് രണ്ടും ബ്ലെൻഡായി പിന്നീട് ഒരു കൂട്ടപ്പൊരിച്ചില്. അത് തന്നെയാണ് ധീരന്റെയും ഒരു ഫോർമാറ്റ്. അപ്പോ അല്ലാതെ അവരുടെ സിനിമകൾ പോലെയൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. ആ ഒരു ഫോർമാറ്റ്, ആ ഫോർമുല എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരു മലയാറ്റൂര് ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ധീരന്റെയും അവന്റെ നാട്ടുകാരുടെയും കഥയാണ്. അപ്പോൾ എല്ലാ സീനിലും എല്ലാവരും വരുന്ന ഒരു ട്രാവലും എല്ലാം, ഇപ്പൊ അതിന്റെ പോസ്റ്ററിലും എല്ലാം കണ്ടതാണ്, ഒരു ആംബുലൻസും ഒക്കെ ആയിട്ട് ട്രാവലും ഒക്കെ വരുന്നുണ്ട് സിനിമയിൽ. അപ്പോൾ കഥ പ്രമേയം അല്ലെങ്കിൽ ബേസിക് തോട്ട് എന്ന് പറയുന്നത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമാണ്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ അതിന് ഡാർക്ക് ഹ്യൂമർ എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അതെല്ലാം പറഞ്ഞിരിക്കുന്നത് ഈ തമാശയുടെ പശ്ചാത്തലത്തിലാണ്. ഈ പറഞ്ഞ സീരിയസ് കാര്യങ്ങൾ ഡാർക്ക് ഹ്യൂമർ ആണ്. ഇതിലെ ഒരു കഥാപാത്രം പോലും ഒരു കോമഡി പറയുന്നതായിട്ട് എനിക്ക് അറിയില്ല. ഇവരെല്ലാം സംസാരിക്കുന്നത് സീരിയസ് ആയിട്ടാണ്. ഇവര് കടന്നു പോകുന്ന സിറ്റുവേഷനും എല്ലാം സീരിയസ് ആണ്. ആരും അങ്ങനെ ഒരു തമാശയ്ക്ക് വേണ്ടി തമാശ പറയുന്നില്ല, അഭിനയിക്കുന്നുണ്ടാവില്ല. അതെ അല്ലെ? അപ്പൊ അശോകേട്ടനൊന്നും അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല അല്ലെ? അങ്ങ് ജീവിക്കുകയായിരുന്നു കഥാപാത്രത്തിലൂടെ. എല്ലാവരും ആ കഥാപാത്രം സത്യം പറഞ്ഞാൽ എല്ലാവരും വളരെ എൻജോയ് ചെയ്ത് അഭിനയിച്ചു. അതാണ് ഈ ഇദ്ദേഹം പറഞ്ഞ എന്റെ
അല്ല ഒരു ശരിക്കും പുതുമയുണ്ട് അശോകേട്ടൻ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അശോകേട്ടന്റെ. ഞാനിപ്പോ ട്രെയിലർ കണ്ടപ്പം വേറിട്ടൊരു അനുഭവമാണ് ആ ട്രെയിലറിൽ നിന്നും ആ ഒരു കഥാപാത്രത്തിൽ നിന്നും നമുക്ക് കിട്ടുന്നത്. സുധീഷ് ഏട്ടൻ പ്ലേ ചെയ്ത സുധീഷ് ഏട്ടൻ അങ്ങനത്തെ ഒരു കോമിക് സ്റ്റൈൽ നമ്മൾ കണ്ടിട്ടുണ്ട്, എന്നാലും ഒരു പുതുമ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇതിലും. ചേട്ടൻ ഭയങ്കര തന്നെയാണോ? ഞാനൊരു വെൽഡറാണ്, ആണ് ബോംബെയിൽ നിന്ന് വന്നിരിക്കുന്നത്. അവിടുത്തെ ബിൽഡിംഗ് ഷോപ്പൊക്കെ അടച്ച് ഇവിടെ നാട്ടിലേക്ക് വന്ന് പുതിയ ഷോപ്പ് തുറക്കാൻ വേണ്ടി തീരുമാനിച്ച് അരവിന്ദാക്ഷൻ എന്ന് പറഞ്ഞാൽ അരുവി എന്ന് പറഞ്ഞ കഥാപാത്രമാണ്. ബോംബെയിൽ നിന്ന് വന്നാണ്. പക്ഷേ വെൽഡിംഗ് അറിയാമെങ്കിൽ ഈ ലോകത്ത് എവിടെ പോയി ജീവിക്കാം എന്ന് പറയുന്നുണ്ട്. ഞാൻ യു കെയിലൊക്കെ പോയി വെൽഡിംഗ് അവിടെ ഇനിയിപ്പോ ആരെങ്കിലും പറയണതിന് മുമ്പ് പറഞ്ഞപ്പോഴും വെറുതെ അവിടെ വെൽഡിംഗ് എന്നൊരു സംഭവമില്ല, അവിടെ എല്ലാം വേറെ ഇടപാടുകൾ. പക്ഷേ അല്ല എന്റെ ഡയലോഗാണ്, വെൽഡിംഗ് അറിയാമെങ്കിൽ ഈ ലോകത്ത് എവിടെ പോയി നമുക്ക് ജീവിക്കാം. അവിടെ പോയി ട്രൈ നോക്കി. മനോജേട്ടന്റെ ക്യാരക്ടറാണ് ഇതിലെ ഏറ്റവും ഡിപ്രസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടർ. ഒരു എന്താ പറയാ, അതിന്റെ പീക്ക് ഉണ്ട്. അതെ, അത് പലപ്പോഴും ഓഡിയൻസിന് തമാശയായിട്ടാണ് തോന്നുന്നത്. പക്ഷെ എന്നോട് ജഗദീഷേട്ടൻ വന്നിരുന്നപ്പോ പറഞ്ഞാന്നറിയോ, ധീരനകത്ത് എന്റെ കഥാപാത്രമാണ് ഏറ്റവും നല്ല ഹൈലൈറ്റ് കഥാപാത്രം. ജഗദീഷേട്ടന്റെ ക്യാരക്ടർ ഇവരുടെ എല്ലാം ഒരു ക്യാപ്റ്റനായിട്ട് ഇവരെല്ലാം നയിച്ചുകൊണ്ട് പോകുന്ന ക്യാരക്ടറാണ്. അപ്പൊ എന്റെ അച്ഛന്റെ ക്യാരക്ടർ, എന്റെ അച്ഛനാണ് ആ ക്യാരക്ടറിന്റെ റെഫറൻസ്. ഈ നാടാണ് ആൾക്ക് വീട്, അല്ലെങ്കിൽ നാട്ടുകാരുടെ കാര്യങ്ങൾക്ക് പുള്ളി മുൻപന്തിയിൽ നിൽക്കുന്ന, എല്ലാത്തിനും വേണ്ടി നിൽക്കുന്നു. എന്നാ അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് ചിരിക്കാത്ത അങ്ങനത്തെ ക്യാരക്ടർ ഒന്നുമല്ല. എനിക്ക് തോന്നുന്നു പല കോമഡി സീൻ അല്ലെങ്കിൽ സീനുകൾ അതിന്റെയും ഒരു എൻഡ് പഞ്ച് ഡയലോഗൊക്കെ ജഗദീഷേട്ടന്റെ ക്യാരക്ടറിലാണ് പല സ്ഥലത്തും. അങ്ങനെ പല രസകരമായ ചില സ്ഥലത്തൊക്കെ ഞാൻ ജഗദീഷനോട് ചോദിക്കുമായിരുന്നു, എനിക്ക് കുറച്ച് അപ്പുക്കുട്ടനെ വേണം, എനിക്ക് കുറച്ച് ഹൃദയഭാനു വേണം, അല്ലെങ്കിൽ പല റിയാക്ഷൻസും ഒക്കെ അത് നിങ്ങൾക്ക് കാണുമ്പോഴും മനസ്സിലാവും. പഴയ അപ്പുക്കുട്ടന്റെ ഒക്കെ കുറച്ച് റിയാക്ഷൻസ് ഒക്കെ ചില സ്ഥലങ്ങളിൽ ആ ക്യാരക്ടറിനുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ സുധീഷേട്ടന്റെ ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള ഒരു അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ജോപ്പൻ. അശോകേട്ടന്റെ ക്യാരക്ടർ, അശോകേട്ടനും സുധീഷേട്ടനും ബ്രദേഴ്സ് ആണ്. വെറുതെ ഞാൻ സിനിമയിൽ വന്ന അശോകേട്ടന്റെ ചെറുപ്പകാലം അഭിനയിച്ചിട്ടാണ്. അനന്തരം ചെറുപ്പകാലം അഭിനയിച്ചുകൊണ്ടാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്. അഭിനയിക്കുക ഒരു അനുഭവം അല്ലേ, ഇതൊക്കെ ഒരു ഇത് തന്നെയാണ്. എങ്ങനെയാണ് ഈ ധീരനിലേക്ക് എത്തിയത്? ഈ കുട്ടി മാത്രം, ധീരൻ മാത്രമാണ് ഇതുവരെ ശബ്ദം ഒന്നും ഉയർത്താത്തത്. തെറ്റിപ്പോയതൊന്നും അല്ല, ഡയറക്ടർ പറയാം എങ്ങനെയാണ് ഇദ്ദേഹം ഒരു ധീരനായത്? ഇപ്പൊ രാജേഷ് ചേട്ടനും ഞാനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് കുമ്പളങ്ങി നൈറ്റ്സിൽ വർക്ക് ചെയ്താണ്. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു, രാജേഷ് ചേട്ടൻ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു. അപ്പൊ അന്ന് തൊട്ടേ ഞങ്ങൾ നല്ല ഒരു ബന്ധമുള്ളതാണ്. അപ്പൊ ധീരൻ ആക്ച്വലി ഒരു 3-4 പേരെടുത്ത് ആദ്യം പറഞ്ഞതാണ്. അപ്പൊ അവര് പല കാരണങ്ങൾ കൊണ്ട് അത് മാറി ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയാണ് രാജേഷ് ഏട്ടനിലേക്ക് വരുന്നത്. പക്ഷെ ഞാനിപ്പോ അല്ലെങ്കിൽ ഞങ്ങള് വിശ്വസിക്കുന്നത് ധീരനാവാൻ ഇപ്പോ ഏറ്റവും ബെസ്റ്റ് രാജേഷ് ഏട്ടൻ തന്നെയാണ്. അത് ഇപ്പൊ അങ്ങനെ കണ്ടതുകൊണ്ട് തോന്നുകയാണെന്ന് എനിക്കറിയില്ല. ഇപ്പൊ കാണുമ്പോൾ വേറൊരാളെ ധീരനായിട്ട് സങ്കല്പിക്കാൻ കഴിയുന്നില്ല. പിന്നെ ഞാനും രാജേഷേട്ടൻ്റെ അടുത്ത് തന്നെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, നമുക്ക് ഇതുവരെ മുന്നേ കണ്ട രാജേഷ് ഏട്ടന്റെ സിനിമകളിലെല്ലാം നല്ല ക്യാരക്ടേഴ്സ് ആണ്, നല്ല പെർഫോമൻസ് ആണ്, എല്ലാത്തിനും ഒരു കാരിക്കേച്ചർ സ്വഭാവം, എവിടേക്കോ ഒരു കാർട്ടൂണിക് ഇതാണ്. പക്ഷെ ഇതില് വളരെ സാധാരണക്കാരനായിട്ടുള്ള എനിക്ക് തോന്നുന്നു സാധാരണ ഷർട്ടും മുണ്ടും കൊടുത്തിട്ടുള്ള ആദ്യത്തെ പടം എന്തോ ആണെന്ന് തോന്നുന്നു ധീരൻ. അതായത് സാധാരണ കോസ്റ്റ്യൂമിൽ പോലുള്ള ഇങ്ങനെ വളരെ സാധാരണക്കാരായിട്ടുള്ള ഒരു റൂട്ടഡ് ആയിട്ടുള്ള ഒരു ധീരനാണ്. അമാനുഷികനോ ഒന്നുമല്ല, ഒരു ആക്സിഡന്റൽ ഹീറോയാണ്. അപ്പൊ രാജേഷ് ഏട്ടൻ അത് ഞാൻ സത്യമായിട്ട് ഞാൻ പ്രതീക്ഷിച്ചതിലും മേലെ പെർഫോം ചെയ്ത് ഒരു ഇതിലാണ്. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ രാജേഷ് ഏട്ടൻ അങ്ങനെ ഒരു ഇപ്പോ സ്ക്രീൻ സ്പേസിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ പല സീനിലും രാജേഷ് ഏട്ടന് ഡയലോഗ് പോലും ഇല്ല. ഇവരെല്ലാവരും സ്കോർ ചെയ്യുന്ന സീനുകളിൽ അതിലൊന്നും ഒരു പരിഭവം ഒന്നും ഇല്ലാതെ അത് ആ സിനിമയ്ക്ക് അല്ലെങ്കിൽ ആ സീൻ നന്നാവാൻ വേണ്ടി അങ്ങനെ കൂടെ നിന്നിട്ടുള്ളതാണ് രാജേഷ് ഏട്ടൻ. രാജേഷ് പ്രൊമോ വീഡിയോയിൽ രാജേഷ് പറയുന്നുണ്ട് ഇവരൊക്കെ ശബരീഷും ഇവരെല്ലാം ഓരോന്നും പറയുമ്പോഴത്തേക്ക് ഞാനാണ് നായകൻ, എന്നിട്ട് അകത്തേക്ക് കയറുമ്പോഴത്തേക്ക് ഒരു പതർച്ചയുണ്ടല്ലോ. ഈ സ്ക്രിപ്റ്റ് കേട്ട് കഴിഞ്ഞിട്ട് സെറ്റിൽ പോയി ഇവരെല്ലാരും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴും അങ്ങനത്തെ എപ്പോഴെങ്കിലും ഒരു പതർച്ച തോന്നിയോ? ഞാൻ ആദ്യം പിന്നെ ഈ കഥ പറയാൻ വന്നു കഴിഞ്ഞപ്പോ ധീരൻ എന്നുള്ളൊരു ടൈറ്റില് എനിക്ക് ആലോചിക്കാനേ പറ്റുന്നില്ല. ധീരനാണോ? പിന്നെ ധീരത ചില സമയത്ത് എന്തായാലും നമുക്കൊക്കെ വേണ്ടി വരില്ലേ ചില സിറ്റുവേഷനിൽ. അങ്ങനെ ഒരു ധീരനാണ്. ഇതൊരു റിയൽ പിന്നെ ആളുണ്ട് ഇതിന്റെ. അതായത് എന്റെ നാട്ടിൽ നടന്ന ഒരു 2003 നടന്ന ചെറിയൊരു ഇൻസിഡന്റ്. കഥ ഒരിക്കലും അങ്ങനെയൊന്നുമല്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ജീവിതം തൊലയും. ആ ഒരു ഇൻസിഡന്റിൽ മാത്രമാണ് ഇൻസ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ അവനെ ഞങ്ങൾ നാട്ടിലെല്ലാരും ഇപ്പോഴും ധീരൻ എന്നാണ് വിളിക്കുന്നത്. അവൻ നാട്ടുകാരുടെ ധീരനാണ്. അപ്പൊ ആ ഒരു തോട്ടിൽ നിന്നാണ് ഒരു നാട്ടുകാരുടെ ഒരു ധീരൻ. അപ്പോ അതിൽ നിന്നാണ്
വരുന്നത്. ഈ രാജേഷിന്റെ ഓരോ സിനിമ ഓരോ കഥാപാത്രങ്ങളെ കാണുമ്പോഴും വെറുപ്പിക്കാനായിട്ട് വയലൻസും അതും ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ വെറുത്ത് പോകും രാജേഷിന്റെ. കോമഡി ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് അങ്ങനെ നമ്മൾ എൻജോയ് ചെയ്യും. ഏത് ക്യാരക്ടർ ഇതാണോ അതനുസരിച്ച് കറക്റ്റ് ആയിട്ട് അങ്ങനെ നമുക്ക് ആ ഒരു സംഭവം കാണുന്ന ആൾക്കാരിലേക്ക് കറക്റ്റ് രാജേഷിന് കൊടുക്കാം. നമ്മള് ശബരീഷിന്റെ പ്രേമത്തിലൂടെ നമ്മൾ ശബരീഷ് ഒരു വല്ലാത്തൊരു നല്ലൊരു എൻട്രി ഒക്കെ തന്നു. നമുക്ക് അങ്ങ് ശബരീഷ് അങ്ങ് നമ്മുടെ മനസ്സിലേക്ക് എത്തി. ഇപ്പോ ഇവിടെ ഇത്രയും പേര് ഇരിക്കുന്നില്ലേ, നിങ്ങളെ ആരെയും കൂട്ടണ്ട. പ്രേമത്തിലെ നിവിനും ബാക്കി നിങ്ങൾ ശബരീഷിന്റെ ക്യാരക്ടർ ആയിക്കോട്ടെ, ഷറഫിന്റെ ക്യാരക്ടർ ആയിക്കോട്ടെ, ഇവരിൽ ഓരോരുത്തരെ ആണെങ്കിൽ ആരെ ചൂസ് ചെയ്യും ഒന്ന് പറയോ? നിവിന്റെ ക്യാരക്ടറോ? ഇങ്ങോട്ട് നോക്കും, ഇവരിൽ ആര് പറ്റും? നിവിന്റെ ക്യാരക്ടർ മനോജ് ചേട്ടന് കൊടുക്കും. അത് വേണ്ടെന്ന് പറഞ്ഞു. എന്റെ ക്യാരക്ടർ ഞാൻ സുധീഷ് ചേട്ടന് കൊടുക്കും. കിച്ചുവിന്റെ ക്യാരക്ടർ ഞാൻ ജഗദീഷ് ചേട്ടന് കൊടുക്കും. ഷറഫിന്റെ ക്യാരക്ടർ ഞാൻ ചേട്ടന് കൊടുക്കും. അല്ല ഏട്ടാ യഥാർത്ഥത്തില് അത് നമ്മുടെ ഒരു ക്യാരക്ടറല്ലേ? അല്ല എന്നാലും അശോകേട്ടൻ ആ ക്യാരക്ടർ ചെയ്യാൻ ചോദിക്കാം. അശോകേട്ടാ അതല്ല, അശോകേട്ടൻ ആ പ്രാഗൽഭ്യം ഉണ്ട്. അതുകൊണ്ട് കാർഗോ ജീൻസ് ഒക്കെ ഇട്ടിരിക്കും. പ്രത്യേകിച്ചും ഈ പടത്തിൽ തെളിയിച്ചിട്ടുണ്ട്. ഇതുപോലൊരു ചോദ്യം ഫഹദിന്റെ അടുത്ത് ഏതൊരു കുമ്പളങ്ങിയുടെ സമയത്ത് മറ്റാണ് അവര് ഇത് ചോദിച്ചു, ആങ്കർ ചോദിച്ചു, ചേട്ടാ അത് 90s ഫഹദും മറ്റേ റൈറ്ററും ഉണ്ടായിരുന്നു, ആരൊക്കെ ചൂസ് ചെയ്യും? ഫഹദ് ഇങ്ങനെ ഷമ്മി മനോജേട്ടനൊക്കെ ഇല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എടാ ഇത് കൊള്ളാല്ലേ, ഇങ്ങനെയൊക്കെ ചില വെറുതെ കൊതിപ്പിക്കുകയാണ്. ഷമ്മി മനോജേട്ടൻ കറക്റ്റ് ആയിരിക്കും. എന്നിട്ട് പിന്നെ വേറെ തിലഞ്ചന്റെ കാര്യം പറഞ്ഞു, വേറെ ക്യാരക്ടർ അങ്ങനെയൊക്കെ പറഞ്ഞു. ആ 90s അപ്പൊ പെട്ടെന്ന് അത് ഓർത്തിപ്പം ഈ ചോദ്യം ഹരിഹർ നഗർ ആണെങ്കിൽ ജഗദീഷ് ചേട്ടൻ തിരിച്ച് ഇങ്ങോട്ട് ഇവരില് ജഗദീഷ് ചേട്ടന്റെ ക്യാരക്ടറും സിദ്ദിഖേട്ടന്റെയും മുകേഷ് ചേട്ടന്റെയും അശോകേട്ടന്റെ ഒക്കെ ഇവരിൽ ആരെയായിരിക്കും? ഞങ്ങൾ 4 പേര് കറക്റ്റ് ഉണ്ട്. എന്നെയും കൂടെ അല്ല, ഞാൻ മെയിൽ ക്യാരക്ടർ ചെയ്യാനും തയ്യാറാണ്. ഞങ്ങള് അത് ഞങ്ങൾ ചത്തിട്ട് ഞാൻ ഡയറക്ടർ ആണെങ്കിൽ ഒരു പ്രത്യേക കാസ്റ്റിംഗ് ആയിരിക്കും. എന്റെ അപ്പുക്കുട്ടൻ സിദ്ധാർത്ഥൻ എനിക്കൊരു ചാലഞ്ച് ആയിരിക്കും. അതായത് അതൊരു മണ്ടനായിട്ട് അഭിനയിക്കുകയാണ്, റിയൽ ആയിട്ട് ബുദ്ധി വേണം. അത് ഞാൻ സിദ്ധാർത്ഥനിലേ കാണുന്നുള്ളൂ. ഞാൻ തീർന്നായിട്ടാ ആക്ച്വലി സെൽഫ് ഗോൾ ആണ്, കുഴപ്പമില്ല. മുകേഷിന്റെ റോള് മുകേഷ് തന്നെ ചെയ്തോട്ടെ. ഇനിയിപ്പോ എന്തിനാ ആലോചിച്ച് ബുദ്ധിമുട്ടാണ്. രാജേഷോ ആണോ? അശോകൻ റോള് അഭിരാമിന് കൊടുക്കാം. പിന്നെ സിദ്ദിഖിന്റെ റോള് അരുണിന് കൊടുക്കാം. എനിക്കപ്പോ റോളില്ല. ജോൺ മോനായി അതിനെന്താ, അതിനുവേണ്ടി ഞാൻ അതിനും തയ്യാറാണ്. ഞാൻ ഫിലോമിന ആയിക്കോളാം. പെട്ടെന്ന് കിട്ടിയല്ലേ? അതെനിക്ക് തോന്നുന്നു അതെനിക്ക് തോന്നുന്നു നമ്മുടെ സിദ്ദിഖേട്ടനെ അടിച്ച് വീഴ്ത്തുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണോ ഇവിടെ സിദ്ദിഖ് എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത ആള്? ആണോ? അരുണാണ്. അപ്പൊ അരുണിട്ട് എന്തോ വിരോധമുണ്ട്. അതാണ് നിങ്ങളൊക്കെ വർഷങ്ങളായിട്ട് സിനിമയിൽ ചെയ്തിരിക്കുന്നു. നമ്മള് സീനിയേഴ്സ് ജൂനിയേഴ്സ് നടത്താലും എത്രയായാലും പ്രായത്തിൽ കുറച്ച് മൂത്ത് നമ്മൾ എക്സ്പീരിയൻസ് വൈസും ഉണ്ട്. അപ്പോ പക്ഷെ ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഈ പറയുന്ന നിങ്ങൾ എല്ലാവരും ഇപ്പോഴത്തെ സിനിമയിലും ഈ യൂത്തിന്റെ കൂടെ കട്ടയ്ക്ക് പിടിച്ചു നിൽക്കുന്ന ആൾക്കാരാണ്. ആ ഒരു യൂത്ത് വൈബും കൂടെ പിന്നെ അവരാണ് നിങ്ങളോട് പിടിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ എന്നാലും ആ ഒരു വൈബ് നമ്മുടെ ഉണ്ടാവണം. പുതിയ കാര്യങ്ങൾ, മാറ്റങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി. അപ്പോഴാണ് നമുക്ക് എല്ലാവരുടെയും കൂടെ ഏതൊരു എന്താ പറയാ ആ സാഹചര്യത്തിലും നമ്മൾ അഡ്ജസ്റ്റഡ് ആയി പോവാന്നുള്ളൊരു മെന്റാലിറ്റി. ഇവരെപ്പോഴും നിങ്ങളെ കാണുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും എത്രയായാലും ഒരു പേടി, നിങ്ങളായിട്ട് എത്ര കൗണ്ടർ പറഞ്ഞു എന്ന് പറഞ്ഞാലും ഒരു ഫിയർ, ഉള്ളിന്റെ ഉള്ളിൽ ബഹുമാനം കൊണ്ട് ഉള്ള ഒരു ഇതുണ്ടാവും. എന്നാ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങള് കുട്ടികൾക്ക് ബഹുമാനം പോരെ? അല്ല, അത്
സുധീഷ് പറഞ്ഞ ശരിയാണ്. അവരുടെ ബഹുമാനം എന്ന് പറഞ്ഞാൽ അതേ രീതിയിൽ നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. അവരെല്ലാം ബഹുമാനം കാണിക്കുകയാണ്. ഉള്ളിൽ എന്താണെന്ന് ദൈവത്തിനൊക്കെ എല്ലാവരും ആക്ടേഴ്സ് ആണല്ലേ? ആക്ടേഴ്സ് ആണ് അവരെല്ലാം. പക്ഷെ വേറെ കാര്യമുണ്ട് രമ്യ, അങ്ങനെ ഞാൻ പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവര് ഭയങ്കര ഫ്രണ്ട്ലി ആണ് നമ്മൾ. അതാണ് കാരണം അങ്ങനെ അവര് വളരെ അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ വേറൊരു കാര്യം കൂടി, ഈ പരിപാടി വിജയിപ്പിക്കണം എന്ന് പറഞ്ഞായിരുന്നു നേരത്തെ. അപ്പൊ എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, അത് കണ്ടിന്യൂ. ആണല്ലേ? ഉള്ള കാര്യം പറയണോ, വളരെ കോപ്പറേറ്റീവ് എല്ലാവരും, വളരെ ജോളിയാണ്. അനാവശ്യപ്പെട്ടൊന്ന് ഒരു ഇതിന് അപ്പുറം പോലും മാറില്ലാതെ അവരുടെ ബിഹേവിയറും കാര്യങ്ങളും അഭിനയം അല്ല അത് തന്നെ. ഓ, എന്നാൽ ഇവരുടെ ആ ഒരു ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് ഇവരായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് അഭിനയിക്കാൻ. ആര് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നോ? ഫ്രണ്ട്ലി ആവണ്ടേ ഇവരായിട്ട്? അവിടെ വൈകുന്നേരം സുധീഷിനെ മാത്രം കാണാൻ കിട്ടില്ല ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന്. അതിന്റെ അവിടെയാ റൂമിന്റെ ആ വൈബ് പിടിച്ചു പോയിരിക്കാണ്. ഭയങ്കര പാട്ട്. ഇവൻ രാത്രി അവരുടെ കൂടെയാണ്. വൈകുന്നേരം വൈകുന്നേരം ഒരു 2 മണി വരെ വൈകിയ നേരം. അത് പിറ്റേ ദിവസത്തെ ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് ആവും. ക്യാരക്ടർ അതാണല്ലോ പ്ലേ ചെയ്യുന്നത്. അപ്പൊ ഈ വൈബ് പിടിച്ചു കഴിഞ്ഞാൽ അഭിനയിക്കാൻ വളരെ ഈസി അല്ലേ സുധീഷ് ഏട്ടാ? അതുകൊണ്ടാണ് ഇവരുടെ കൂടെ അങ്ങ് ഫുൾ ടൈം അങ്ങ് നിന്ന് പോണത്. അങ്ങനെയല്ല, അത് മാത്രല്ല മെത്തേഡ് ആക്ടറാ. അല്ല, അത് പിന്നെ ഇവരുടെ കൂടെ എന്ന് പറയുമ്പോ ഒരുപാട് നമുക്ക് പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എന്തൊക്കെ മനസ്സിലാക്കി? ഞങ്ങൾക്ക് കുറെ പഴയ കാര്യങ്ങൾ അതൊന്നും അറിയട്ടെ. സുധീഷ് ഏട്ടൻ പറയാം ആദ്യം ഇവരിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെ? ഇവരിൽ നിന്ന് മനസ്സിലാക്കി ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല. എടാ അത് എന്താണെന്ന് അറിയട്ടെ സുധീഷ് ഏട്ടാ, അത് എന്തൊക്കെയാണ് പറയാൻ പോലും പറ്റൂല. അതാണ് അവസ്ഥ. അതാണ് പഴയ തലമുറയുടെ ബുദ്ധി എന്ന് പറയുന്നത്. എല്ലാം കേട്ട് മനസ്സിലാക്കിയിട്ട് ഒന്നും പ്രാവർത്തികമാക്കില്ല, വിട്ടിട്ട് മനസ്സിൽ നിന്ന് വിട്ടിട്ട് വരും. ഒരു സാമ്യമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ള ഒരു ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ 20 മദ്രാസ് മെയിലാണ്. അതിലെ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ക്യാമറയൊക്കെ വെച്ച് ഡയറക്ടറും കൂടെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിനകത്തിരിക്കാനും നിൽക്കാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ്. സെറ്റൊന്നും അല്ല, റിയൽ ട്രെയിനാണ്. ആ ട്രെയിൻ എന്ന് പറഞ്ഞൊന്ന് മൂവ് ചെയ്ത് ഒരു ഷോട്ട് മൂവ് ചെയ്ത് ആ ഷോട്ട് ഓക്കെ അല്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നെ വീണ്ടും സിഗ്നൽ കിട്ടണം ഇത് ഇങ്ങോട്ട് ബാക്കിലോട്ട് വരാൻ. ഇങ്ങനെ നൈറ്റ് മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡയലോഗിന് വേണ്ടി ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടി ഒരുപാട് നമ്മൾ കാത്തിരിക്കണം. ഇരിക്കാനുള്ള സൗകര്യമില്ല, കാരണം ഒരു കമ്പാർട്ട്മെന്റിലായിരിക്കും ഇതെല്ലാം കൂടെ. ഈ കമ്പാർട്ട്മെന്റ് വഴി അടുത്ത കമ്പാർട്ട്മെന്റിലേക്ക് അന്ന് പോകാൻ പറ്റില്ല. അപ്പൊ ഇതിനകത്ത് നമ്മൾ ശ്വാസം മുട്ടിയിരുന്ന് ഇതെത്രയോ രാത്രികളിൽ അനുഭവിച്ചാണ്. അതേപോലെ ഇതിന്റെ ഒരു ആംബുലൻസിലെ പല ദിവസങ്ങളിലും ഞങ്ങളുടെ യാത്ര, ഈ യാത്രയെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇരിക്കാനുള്ള സ്പേസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഡ്രൈവ് ചെയ്യുന്ന ശബരീഷിനാണെങ്കിൽ, ശബരീഷിന്റെ ഒരു കാര്യം പറയാം, ശബരീഷ് എക്സലന്റ് ആയിട്ട് ഡ്രൈവ് ചെയ്ത ഒരു സീക്വൻസ് ഉണ്ട്. കാരണം വെച്ചാൽ ഒരു സ്റ്റണ്ട് മാനും ചെയ്യാത്ത രീതിയിൽ നമ്മൾ കണ്ട് പേടിച്ചു പോയി. അത്രയ്ക്ക് ഭയങ്കര സ്പീഡിൽ വരുന്ന, കാരണം സിനിമയിൽ കാണാം വരുന്നത് അത്ര സ്പീഡിലാണ് വരുന്നത്. അതൊരു കയ്യടി കിട്ടേണ്ട ഷോട്ടാണ്. അപ്പം അത്രയും സ്പീഡിൽ, അങ്ങനെ സ്പീഡിൽ പോകുന്ന ഷോട്ടിൽ ഒരു ഷോട്ടിൽ അത് ശബരീഷ് കമ്മിറ്റഡ് ആവാത്ത സീനിൽ ഫൈറ്റേഴ്സിൽ ഒരാളെ, സ്റ്റണ്ട്മാനിൽ ഒരാളെ വിട്ട് ഡ്രൈവ് ചെയ്യിച്ചു. പുള്ളി സഡൻ ബ്രേക്ക് ഇട്ട് ഞങ്ങൾ എല്ലാവരും ഇതിനകത്ത് ചെറിയ അപകടം പറ്റി, ചെറിയ അപകടം പറ്റി. എല്ലാവരും ചില കാലുളിക്കാൻ ബ്രേക്ക് ചെയ്യുന്ന നമ്മുടെ ഒരു ധാരണയില്ല, അവര് പറഞ്ഞിട്ടുമില്ല. അഭിറാമിന്റെ കാലത്ത് പറ്റില്ല. ബ്രേക്ക് അല്ലല്ല ബ്രേക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത്രയും പുള്ളി അതിന്റെ ഏറ്റവും നന്നാക്കാൻ വേണ്ടി ഹൈ സ്പീഡിൽ പോയിട്ട് അതിങ്ങനെ വണ്ടി ഇങ്ങനെ അങ്ങ് തിരിഞ്ഞു. മാത്രമല്ല ഇതിനകത്തൊരു കോഫിനും കൂടെ ഉണ്ട്, അതുകൊണ്ടാണ് ഡേഞ്ചർ. അപ്പൊ അതിന്റെയൊക്കെ മുട്ടിൽ ഇടിക്കുക അങ്ങനെയുള്ള സംഭവങ്ങള്. ചേട്ടാ മറ്റേ ഇതില് നമ്പർ 20 മദ്രാസ് മെയിലെ ജനകരാജിനെ വിളിച്ചിട്ട് കടമനിട്ടയുടെ കവിത ആ മൂഡിലൊന്ന് പറയാമോ? അതേപോലെ റീപ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ കുമ്പളമാരി അതേപോലെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓരോ കാര്യങ്ങളൊക്കെ. നമ്മളിപ്പോ എന്റെ അടുത്ത് പറയാം ശബരീഷ് നല്ല എക്സലന്റ് ഡ്രൈവിംഗ് തന്നെയാണല്ലേ സ്റ്റാർട്ടിങ്ങിൽ. സ്റ്റാർട്ടിങ്ങില് ഞാൻ ആദ്യമായിട്ട് ഫ്രണ്ടിലേക്ക് എടുത്തു, പക്ഷെ പിറകോട്ടാ പോയത്. വണ്ടി എടുത്തപ്പോ നമ്മള് അയ്യോ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ എനിക്കില്ലായിരുന്നു. തുടക്കം നമ്മള് ട്രോളി വണ്ടി എടുക്കുന്ന എല്ലാം കുഴപ്പമായിരുന്നു. ശബരീഷേട്ടൻ പ്രോ ആയപ്പോഴേക്കും ഷൂട്ട് തീർന്നു. ഫസ്റ്റ് ഡേ മാത്രമേ ഉള്ളൂ. ഇവരെല്ലാം കൂടെ ഉള്ള ഞാൻ മാത്രമാണ് ആംബുലൻസിൽ, വേറെ ആരും ഇല്ല. അപ്പൊ എന്റെ അടുത്ത് ഡയറക്ടറൊക്കെ ചോദിച്ചു, അതുപോലെ രാജേഷ് ഏട്ടൻ
ബൈക്ക് ഓടിക്കാത്ത, കാർ ഓടിക്കാത്ത ഒരാളാണ്. ബസ് ഓടിച്ചിട്ടുണ്ട്. അതായത് ജൂനിയർ ആർട്ടിസ്റ്റുകളെ ഒരു 35 പേരെ ബസ്സിലിരുത്തി മലയാറ്റൂര് പുഴയുടെ തീരത്തെ റോട്ടിൽ കൂടെ ബസ് ഓടിച്ചു. റിസ്ക് എടുത്തു രാജേഷ്. പറയില്ലല്ലോ ഞാൻ. എന്നുള്ളത് പിന്നെ ഒരു 10-20 മീറ്റർ മുമ്പിലേക്ക് ഒരു ആടിനെ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് രക്ഷിക്കാൻ തോന്നിട്ട് ഒരു ബ്രേക്ക് ഇട്ടു. അപ്പൊ ഇവരൊക്കെ ഇവരെല്ലാരും ഒന്ന് പേടിച്ചു. ആരാ കൺവിൻസ് ചെയ്ത് ഓടിക്കാൻ? ഇത് അറിയേണ്ടെന്ന് വേണ്ട, അതൊക്കെ നമുക്ക് സിമ്പിൾ ഓടിക്കേണ്ടി വന്നു. രാജേഷിനെ ആ വണ്ടി ബസ് എടുത്തോണ്ട് പോയപ്പോഴേ ഇവരെ ആരെങ്കിലും കൂടെ ബസ്സിൽ കയറ്റാൻ തോന്നിയോ? അപ്പൊ ഇല്ല, ഞങ്ങളാ സീനില്ല. ഏരിയയിലേ ഇല്ല. ഭാഗത്ത് ഉണ്ടായില്ല. അവര് ശബരീഷിന്റെ കൂടെ ആംബുലൻസ് എനിക്ക് ഒരു കുഴപ്പം, ചുമ്മാ പറയുക. ഞാൻ നല്ല അസലായിട്ട് തന്നെ വണ്ടി ഓടിച്ചു. പിന്നെ അല്ലാണ്ട് നന്നായിട്ട് ഡ്രൈവ് ചെയ്തു. അതെ, ഓക്കെ. ആർക്കും ഒരു കുഴപ്പം പറ്റിയിട്ടില്ല ഞാൻ ഓടിക്കുമ്പോ. ആദ്യത്തെ ദിവസം ഇച്ചിരി, കാരണം ആദ്യമായിട്ടല്ലേ ആംബുലൻസ് ഓടിക്കുന്നത്. അപ്പൊ ഇച്ചിരി എനിക്ക് ഗിയർ അറിഞ്ഞൂടായിരുന്നു. ഞാൻ വിചാരിച്ചു ഫസ്റ്റ് വിചാരിച്ചു, അത് റിവേഴ്സ് ആയി പോയി. അപ്പൊ പഠിച്ചു. അപ്പൊ ഇവര് പറഞ്ഞൊക്കെ സത്യ. അവര് സത്യ. പക്ഷെ ഫസ്റ്റ് ഡേ അല്ല, വാസ്തവത്തിൽ ആ ഷൂട്ടിംഗ് തീർന്ന സമയമായപ്പോഴത്തേക്ക് പഠിച്ചു. ഇങ്ങനെ പറയരുത് കേട്ടാ. രണ്ടാമത്തെ ദിവസം പഠിച്ചെന്നല്ലേ പറയണ്ടേ? രണ്ടാമത്തെ ദിവസം ഒന്നും പറ്റിയില്ല, ഇത്രയും ദിവസം ഇവരെ വണ്ടി ഓടിച്ചു. പിന്നെ ഇതിന്റെ വേറെ എന്നിട്ടാണ് ഈ ടോക്ക്. ഇതിന്റെ വേറെ രസം എന്ന് വെച്ചാൽ കൃഷ്ണഗിരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കുറെ സീൻസ് ഷൂട്ട് ചെയ്ത്. അവിടെ ഞങ്ങളുടെ ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. ഫ്രൂട്ട് പൾപ്പ് ഫാക്ടറി, അതിനകത്തുള്ള ഷൂട്ടിംഗ് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതൊരു പ്രത്യേക അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അതിനകത്തുള്ള സീക്വൻസും കാര്യങ്ങളും ഇന്നും ആ പലതരത്തിലുള്ള പേരക്കയുടെയും മാമ്പഴത്തിന്റെ ഒക്കെ ആ ഒരു മണം. പൾപ്പ് ഫാക്ടറിയാണ്. അത് അവിടുത്തെ കൃഷ്ണഗിരിയിലെ MLA-യുടെ ഫാക്ടറിയാണ്. അപ്പോ എന്റെ വൈഫ് ഇതുപോലെ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ പുള്ളിക്കാരിയുടെ കെയർ ഓഫിൽ അവിടുത്തെ DFO ഒക്കെ വഴി നമുക്ക് അവര് ഫ്രീ ആയിട്ടാണ് ആ ഫാക്ടറി ഷൂട്ട് ചെയ്യാൻ തന്നത്. ഒരു 10 ദിവസം ഫുൾ നമുക്ക് അവിടെ ഭയങ്കര ആ ഒരു ടെറൈനും ഒന്നും നമ്മൾ ഇതുവരെ അങ്ങനെ മലയാള സിനിമയിൽ കാണാത്തൊരു സ്പേസ് ആണ് കൃഷ്ണഗിരി. പാറയും പച്ചപ്പും ഒക്കെ കൂടെ ആയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതങ്ങനെ എനിക്ക് തോന്നുന്നു വീണ്ടും മലയാള സിനിമകൾ അവിടേക്ക് വരാൻ. മറ്റേ കൃഷ്ണഗിരിയിലെ ഒരു പ്രണയകാലത്തിനകത്ത് കാണാം. കൃഷ്ണഗുടി ഞങ്ങളാക്കാൻ നോക്കിയായിരുന്നു. അല്ല, ഇപ്പൊ നമ്മൾ ലൊക്കേഷനെ കുറിച്ച് പറഞ്ഞില്ലേ? അപ്പം നിങ്ങളൊക്കെ ഒരുപാട് സിനിമ ചെയ്തിട്ടപ്പോ ഒരുപാട് ബ്യൂട്ടിഫുൾ ലൊക്കേഷൻസിൽ ഇതിനു മുമ്പേ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ചിലപ്പം നമ്മുടെ ആ സ്ഥലത്തുള്ള ലൊക്കേഷനിലുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത് നമ്മൾക്ക് പിന്നീട് നമ്മൾ കൊതിക്കും ആ ലൊക്കേഷനിലേക്ക് ഇനിയും ഒന്ന് പോയിരുന്നെങ്കിൽ അടുത്തൊരു സിനിമയുമായിട്ടെന്ന്. ചില അങ്ങനത്തെ ലൊക്കേഷൻ പിന്നീട് ചില സിനിമകളിലേക്ക് വന്നിട്ട് പോലും ഉണ്ടാവില്ല. അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ ഇതുപോലെ ലോക്ക് ചെയ്ത് ഏതെങ്കിലും ഒരു ലൊക്കേഷൻ ഉണ്ടോ? അല്ല, ഈ ലൊക്കേഷൻ ശരിക്കും മതിയായിട്ടില്ല. ഈ ലൊക്കേഷൻ മതിയായിട്ടില്ല. ഒരുപാട് ഈ വടയുടെ ഓർമ്മകളുണ്ട്. പിന്നെ അശോകൻ ഞങ്ങൾക്കെല്ലാം അശോകൻ ആഹാരം വാങ്ങിച്ചു. ഇഡ്ഡലി ഫേമസ് റെസ്റ്റോറന്റ് അശോകൻ എല്ലാവർക്കും മംഗളം ഹോട്ടൽ വയറ് നിറച്ച്. പ്രൊഡ്യൂസേഴ്സ് ഒരു നോൺ വെജിറ്റേറിയൻ ഹോട്ടലിൽ ഞങ്ങൾക്ക് ട്രീറ്റ് ചെയ്തു. ആ ഹോട്ടലിന്റെ പേര് മംഗളം ഹോട്ടൽ എന്ന് പറഞ്ഞാൽ അവിടെ ട്രീറ്റ് ചെയ്യുന്നു. അതിന്റെ വാശിക്ക് അപ്പൊ ഇതിന്റെ സെലിബ്രേഷൻ പാർട്ടി നമുക്ക് വീണ്ടും അങ്ങോട്ട് പ്ലാൻ ചെയ്യാം അല്ലെ? പ്രൊഡ്യൂസേഴ്സ് നിങ്ങൾ ഇവർക്ക് ഇത്ര ഇഷ്ടപ്പെട്ട മുരുകൻ ഇഡ്ഡലി സെലിബ്രേഷൻ ക്ലൈമറ്റ് ശരിയല്ല. അല്ല, ക്ലൈമറ്റ് അന്നത്തെ ക്ലൈമറ്റ് നമ്മുടെ ജൂലൈയിലല്ലേ മൂവി റിലീസ് ആവുന്നത്? ചൂടാവിടെ ഭയങ്കര ചൂടാണ്. സെപ്റ്റംബർ ആവുമ്പോഴത്തേക്കും മഴ തണുപ്പൊക്കെ ആവുമല്ലോ. ഇല്ല, അത് ഒക്ടോബർ ആവും. ഒക്ടോബർ സെലിബ്രേഷൻ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാലോ. ഓക്കെ, ഇനി ഞാനൊരു ചെറിയ സെഗ്മെന്റിലേക്ക് പോവാ. 2 ടീമായിട്ട് തിരിച്ചിട്ട് കേട്ടോ. ഇവര് ടീം സീനിയേഴ്സില് ഏറ്റവും കൂടുതൽ ഫലിതപ്രിയൻ ആരാണ്? ജഗദീഷ് ഏട്ടൻ. ഒരു ഡൗട്ടും ഇല്ല. ജഗദീഷ് ഏട്ടൻ. ഓക്കെ, ഇന്ന് നിങ്ങളോടാ. ടീം ജൂനിയേഴ്സിൽ ഏറ്റവും കൂടുതൽ വില്ലത്തരങ്ങൾ കൈവശമുള്ളത്? എല്ലാ വില്ലന്മാരാണോ ഏറ്റവും കൂടുതൽ വില്ലത്തരം? ഞാൻ പറയാം, ഞാൻ പറയാൻ വന്നാണ്. ആണല്ലേ? അതെന്താ നിങ്ങൾ എല്ലാരും ഒരു സംശയമില്ലാണ്ട്
അല്ല സിനിമയിൽ കാണുന്ന ഒരു ഡാർക്ക് ഷെയ്ഡ് പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ഒരു വൃത്തികെട്ട വില്ലനല്ലോ വില്ലത്തരല്ല അർത്ഥത്തിലാ ഉദ്ദേശിച്ചത്. രാത്രി അല്ല പക്ഷേ ഇത് മോശമായിട്ടൊരു കാര്യമാണ്. അതായത് മനോജേട്ടൻ പറയുന്ന പോയിന്റ് ശ്രദ്ധിച്ചോ? ഞാൻ നേരിട്ട് കണ്ടില്ല, കേട്ടറിഞ്ഞതാണ്. എന്താ കേട്ടെ? അപ്പൊ അത് പറയാൻ അല്ല പറയൂ, എന്താ പറഞ്ഞത്? രാത്രി കാലങ്ങളിൽ അത്രയും കിട്ടി. രാത്രി കാലം ഞാൻ മോഷ്ടിക്കാൻ പോയിട്ടുണ്ട്. എന്തൊക്കെയോ വില്ലത്തരങ്ങൾ കാണിച്ചു. വേറെ സീരിയസ് വേറെ ചെല്ലാം പറയാനുണ്ട്. അതെ ഇവരല്ലേ അല്ല എനിക്കറിയില്ല, ഞാൻ അങ്ങനെ കേൾക്കുന്നു. ഇവരല്ലേ രാത്രി കാര്യങ്ങളുണ്ട്. സെക്കൻഡ് ഷോയ്ക്ക് പോകാറുണ്ട്. അത് മാത്രമൊന്നുമല്ല, അതാണ് ഒരു മാത്രമല്ല ഇടയ്ക്ക് ശബരീഷിന് വർക്കില്ലായിരുന്നപ്പോ നിങ്ങൾ ആരും വിശ്വസിക്കില്ല, ഞാൻ ഒരു രഹസ്യം വെളിയിൽ തെറ്റാണെങ്കിൽ ശബരീഷിനെ നിഷേധിക്കും. അങ്ങനെ പറയുള്ളൂ. എങ്കിലും ആ സമയത്ത് 2 ദിവസം ഹോട്ടലിലിരുന്ന് കവിത എഴുതി. ശരിയാ ശരിയാ. അല്ലാന്ന് പറയും ഞാൻ ഞാൻ എന്റെ ജോലി ചെയ്തില്ലെങ്കിൽ എഴുതിയില്ലേ? പാട്ട് എഴുതി. അതെ, അതാണ് ഒരു വില്ലത്തരം. പക്ഷെ ഞാൻ കേട്ടപ്പോ നമ്മൾ അതല്ല പ്രതീക്ഷ. നമ്മുടെ ആഗ്രഹം ജഗദീശ്വരൻ ഇങ്ങനെ കൊണ്ടുപോയിട്ട് അങ്ങ് ഇട്ട് കളഞ്ഞു. ഞാൻ ചോദിച്ചു 2 ദിവസം ചേട്ടാ കുറെ കവിതകൾ എഴുതി പാട്ടുകൾ എഴുതി എന്ന് പറഞ്ഞു. അത് ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞില്ലേ എന്താന്നുള്ള രീതിയിൽ അതൊക്കെ ചോദിച്ചു. പക്ഷെ ഒന്ന് കാണിച്ചു തരും. പക്ഷെ കാണിക്കാൻ ആ പാട്ടുകളൊക്കെ റിലീസായി. എന്തായാലും ഇനിയിപ്പോ കാണിച്ചു കൊടുക്കണം. ഓക്കെ, അടുത്ത ചോദ്യം നിങ്ങളോടാണ്. ടീം സീനിയേഴ്സിൽ ഏറ്റവും കൂടുതൽ തന്ത്രങ്ങൾ മെനയാൻ മിടുക്കുള്ളത് ആർക്കാണ്? മനോജ് കേശ. മനോജ് ഏട്ടനിലേക്ക് ചോദ്യം തുടങ്ങിയപ്പോഴേ എനിക്ക് ഞാൻ കുതന്ത്രം അതാണ്. എന്താ ചാണക്യനിലെ നാരദനുണ്ടായ മോനാണ്. പേര്, കുട്ടിയുടെ പേര് കൂടെ പറയൂ. ചാണക്യനിൽ നാരദനുണ്ടായ കുഞ്ഞ്, കുട്ടിയുടെ പേര് കുത്തിത്തിരിപ്പൻ. എല്ലാ ക്രെഡിറ്റ് ഇന്ന് ഇവിടുത്തെ കംപ്ലീറ്റ് ട്രോഫി മനോജേട്ടൻ കൊണ്ടുപോവാണ്. ഓക്കെ, ടീം ജൂനിയേഴ്സിൽ ഏറ്റവും കൂടുതൽ സ്പോട്ട് കൗണ്ടർ പറയുന്നത് ആരാണ്? കൗണ്ടർ പറയുന്നത്, സ്പോട്ട് കൗണ്ടർ പറയുന്നത് ഇവരുടെ സിദ്ധുവായിരിക്കും. ആണോ? ശബരീഷ് ഭയങ്കര ടോക്കറ്റീവാ, ഭയങ്കര ഇൻസ്റ്റന്റ് ആയിട്ട്. ശബരീഷ് ഓക്കെ. അടുത്തത് മ്യൂസിക് ചാലഞ്ച് ആണ് കേട്ടോ. ഒരേ ഒരു വാക്ക് നിങ്ങൾ 2 പേരുടെ അടുത്ത് ഒരേ ഒരു വാക്കാ പറയണത്. പക്ഷെ നിങ്ങൾ 2 പേരും നിങ്ങൾ ഇപ്പത്തെ ലേറ്റസ്റ്റ് ആയിട്ട് അതിൻ്റെ അകത്ത് ആ വാക്കുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു പാട്ട് പാടണം. നിങ്ങൾ 80s 90s ആ പാട്ട് പാടണം. ഓക്കെ, ഇപ്പൊ ഇവരോട് തന്നെ ആദ്യം ചോദിക്കാണ്. ടോപ്പിക്ക് മഴ. മനോജേട്ടൻ പിന്നെ പാട്ടുകാരനായതുകൊണ്ട് ഇല്ല ഓക്കെ ഗവൺമെന്റ് പാട്ട് പാടൂ. കടവിലെ കിളികൾ കനവിലെ മോഹമാ പുഴയിലെ ഓളങ്ങൾ തേടും പുതുമഴയായി പൊഴിയാം മധുമയമായി ഞാൻ പാടാം. മഴ മഴ കുട കുട മഴവില്ലിലെ വെള്ളയ നൊമ്പര പമ്പര ചുറ്റല് കണ്ടോ നീ, ഇടിമിന്നല് വെട്ടിയ വെട്ടത്തെ നെഞ്ചിലെ കീറല് കണ്ടോ നീ, കവിളത്ത് ഒന്നുകൂടെ പുഞ്ചിരിയെ വന്നുകൂടെ, നെറുകത്ത് ഒന്നുകൂടെ ഉമ്മകളെ തന്നുകൂടെ, നടാതെ പാതിയായ പാടമാണ് ഞാറ്റുവേലയെ, വരാമമാറിലൂടെ ചാലുകീറി കാട്ടുജോലയെ, പിള്ളത്തരമേ നീ കള്ളത്തരമാണോ വായിലുണ്ട് പള്ളിക്കൂടമാ നീ. പക്ഷേ ഈ പാട്ട് ജയതിഷന് ഓർമ്മ ഉണ്ടാവില്ല ലിറിക്സ് ഫുൾ പറയാനായിട്ട്. ഇവര് പ്രൊഡ്യൂസ് ചെയ്ത് ഇതിൽ എല്ലാവരും ഉണ്ട്. അഭിനയിച്ചു. അതെ, പക്ഷെ ലിറിക്സ് അദ്ദേഹത്തിന് മാത്രമേ, ശബരീഷിന് മാത്രമേ. അതുകൊണ്ട് അത് ഓർത്തു വെക്കും. ഓക്കെ, അടുത്ത ടോപ്പിക് പ്രണയം. അല്ലെങ്കിൽ ഓർത്തു വെക്കും. ഇവർക്ക് പറ്റിയ ടോപ്പിക്കാണ് പ്രണയം. പ്രണയം മനോജയുടെ പാട്ട് എന്താണ് ഈ പാട്ട്? പ്രണയം വെച്ചിട്ടുള്ള പാട്ട് പ്രണയം വെച്ച് തുടങ്ങണം. ഇവർ പാടി കേട്ട് പഠിക്കൂ.
കുട്ടികളെ കേട്ടുപിടിക്കും. തൂവൽ കൊണ്ടൊരു പവിഴമഴ. ഒരു പാട്ടുണ്ടാക്കുക ഇപ്പൊ. അവരുടെ കാലത്ത് പ്രണയം ഒരു വാക്കുമില്ല, അങ്ങനെ ഒരു സംഭവമില്ല. അതാണ് വിഷയം. അങ്ങനത്തെ വരികളില്ല. പ്രണയമായിട്ട് ബന്ധപ്പെട്ട വീണ്ടും ഒരു പാട്ടുണ്ട് നമ്മളെ പ്രിയേ പ്രണയിനി പ്രിയേ മാനസ പ്രിയേ പ്രണയിനി പ്രിയേ. അവര് പാടട്ടെ. ഞങ്ങളും ഇത് നമ്മള് പാടുന്ന പാട്ടിലായിരുന്നില്ലേ പ്രണയമണി? അതൊന്നും പറഞ്ഞിട്ടില്ല. ഇവര് വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് തന്നു, നിങ്ങൾ ചെയ്യണം. എന്നാ ഞങ്ങൾ ആ പാട്ട് പാടും. അത് പറ്റൂല, അത് പറ്റൂല, അത് പറ്റൂല. ശരി, വേറൊരു വാക്ക് പറ. അവർക്ക് കിട്ടില്ല അത്. കിട്ടില്ല, പോയി. അപ്പൊ ഇവരാണ് ജയിച്ചിരിക്കുന്നത്. സീരിയസ് ആണ് ജയിച്ചിരിക്കുന്നത് കേട്ടോ. ഏയ്. അല്ല അത് ഇല്ലാത്തോണ്ടല്ലേ? ആ, ഇല്ല, ഇല്ല. അതാ പറഞ്ഞേ. ശബരീശ് പോലെ എഴുതിയിട്ടുള്ള പ്രണയം കൂട്ടി അതിപ്പോ ഞാൻ പാട്ട്. ഇപ്പൊ ആലോചിച്ചിട്ട് പറഞ്ഞേ. ശബരീശ് ചിത്രം പാട്ട് നിങ്ങൾ പ്രണയം കൂട്ടി ഇതിലും പാട്ട് എഴുതിയോ? പാട്ട് അതല്ല ഞാനിപ്പോ ഉണ്ടാക്കാൻ വേണമെങ്കിൽ എഴുതിയോ? ഇല്ല. അപ്പൊ അങ്ങനെ പ്രേമത്തില് പ്രണയം എന്നുള്ള വാക്കൊന്നുമില്ല. അല്ല, ടോപ്പിക് ആയിട്ട് producer ആണ്. അത് പാടാമോ? അങ്ങനെ ഓക്കെ. ആ വാക്ക് തന്നെ വേണം. ആ വാക്ക് തന്നെ വേണം. ഭയങ്കര രസമില്ല. അതാണ് അത് പാട്. പ്രണയസരോ ഏ പാട്ടുണ്ട്. അത് നമ്മുടെ പാട്ടുണ്ട്. ഇവരുടെ ജനറേഷൻ അതിലാണ് നോക്കുന്നത്. വലിയ പാട്ടുകളെ നിങ്ങൾ ഇവരുടെ പാട്ട് പാടും. പ്രണയം പൂക്കും അത് നമുക്കൊന്ന് റീ-റിലീസ് ചെയ്താൽ പോരെ? കൗമാരം അത് കുഞ്ഞുങ്ങളാവും കുരുവികൾ നമ്മൾ അങ്ങനെയായിരുന്നു അത്. പ്രണയം പൂക്കും മരമാകുന്നു കാലം കൗമാരം. ഓക്കെ. ഇവരാണ് ആ പാട്ട്. ജയിച്ചില്ല. എന്നാലും സാർ ഇവരാണ് ലീഡ് ചെയ്ത് നന്നായിട്ട് നിൽക്കുന്നത്. ലീഡിങ് ഇവരാണ്, പറയാതിരിക്കാൻ പറ്റില്ല. അതെ, ഇവർ ഇൻസ്റ്റ കണ്ടുപിടിച്ചു. അടുത്ത ടോപ്പിക് ചെല്ലുമ്പോൾ ഈ ഒരു പാട്ട് പാടും. പൂക്കൾ. പാടണം. ആ 90s ഞങ്ങളുടെ പാട്ടൊക്കെ ആദ്യം അവര് കയറി പാടും, എന്നിട്ട് ഞങ്ങള് നോക്കും. ആ, പൂക്കൾ. അത് അല്ലല്ല, അത് മനസ്സിലായല്ലോ. മഞ്ഞിൽ പൂവയാണത്. പൂവയാണ്. വേണം മാറ്റി പാടി. മഞ്ഞിൽ പൂക്കളെ ഇഷ്ടമാണ് പൂക്കൾ പാട്ടില്ലേ? ഒരു പാട്ടുണ്ട്. അവരെല്ലാം ഗിവണ്ടേക്കാം. ഓക്കെ, നിങ്ങൾക്ക് പൂക്കൾ. നമ്മള് പൂക്കൾ പനിനീർ പൂക്കൾ അല്ല അല്ല. ഓ ഞങ്ങള് നമ്മൾക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ ചെയ്ത പാടാണേ കേട്ടോ. എന്നാ അടുത്ത് നിങ്ങൾക്ക് ആദ്യം വേറെ പാട്ടോട് എക്സ്ട്രാ ഫ്രീ ആയിട്ട് കൊടുത്തു. പൂവുകൾക്ക് പുണ്യ. അത് പൂവാണ്, പൂക്കളല്ല. അല്ല പൂവുകൾ അതല്ല, അങ്ങനെ മാറ്റാറില്ല. പൂക്കൾ പൂക്കൾ തന്നെ വരണം. വേണം. പിന്നെ അല്ല എന്നാ അടുത്ത ടോപ്പിക് നിങ്ങൾക്ക് ആദ്യം തരാം കേട്ടോ. വിരഹം. അവർക്ക് അങ്ങനെ സംഭവിക്കാം. വിരഹം സബ്ജക്റ്റ് വാക്ക് വരണോ സബ്ജക്റ്റ് വാക്ക് വരണോ സബ്ജക്റ്റ്. കാലം കെട്ടുപോയി കോലം കെട്ടുപോയി ഭാഗ്യരേഖ തേഞ്ഞു മാഞ്ഞു പോയി. കാലം കെട്ടുപോയി കോലം കെട്ടുപോയി ഭാഗ്യരേഖ തേഞ്ഞു മാഞ്ഞു പോയി. വിരഹമുണ്ടോ? അല്ല, വിരഹം പാടിയതല്ലേ അവര് പിള്ളേര് കുട്ടികളൊന്നും വാക്കിൽ പറഞ്ഞു. അങ്ങനെ പറഞ്ഞില്ല. ഞാൻ ചോദിച്ചു ഇതിപ്പോ ആരെ നിയമം അതെന്താ അറിയില്ല. അപ്പൊ എന്തെങ്കിലും ഒന്ന് ജയിച്ചോട്ടെ. ആരറിയാം. എന്നാ നിങ്ങൾ പഠിക്കോ അടുത്തത് വിരഹത്തില്. ആ പാട്ട് അങ്ങനെയല്ല തുടങ്ങണേ. അതെ, പഴം എന്ന് പറഞ്ഞിട്ട് പാടായിരുന്നു. പഴം തമിഴ് പാട്ട്. അതെ അവിടെ ഈ കളി ഇവിടെ ഞങ്ങള് ജയിച്ചു. ഇതോടുകൂടി അങ്ങനെ പറയാൻ പറ്റൂല. ഇവരെ ഇനിയുണ്ട് ചോദ്യമുണ്ടോ? ചോദ്യമുണ്ടോ? ചോദ്യം ഇല്ല, സമയം പോയി. വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നെ അത് ഇളവന്നൂർ ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ. വരികളിലുണ്ടല്ലോ നിങ്ങളുടെ വരികൾ വികാരമുണ്ട്. വികാരമുണ്ട്. പ്രണയമേ ഇല്ല, പിന്നെ വിരഹമില്ല, ഒന്നുമില്ല. ഒരു തേങ്ങ ഒരാൾക്ക് 4 എണ്ണം
പിന്നെയാണ് 4 വിരഹവും 4 പ്രണയവും ഒരാൾക്ക്. എനിക്ക് വയ്യ, എന്ത് രസമാണെന്ന് അറിയാം ഇവരോട് കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ. പക്ഷെ നമുക്കറിയാലോ, നമ്മളൊരു ഷോയിൽ ഇരിക്കുകയാണ്, നമുക്ക് ടൈം ലിമിറ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് മൈൻഡ് അപ്പ് ചെയ്യേണ്ടി വരികയാണ്. പക്ഷെ ഇങ്ങനെ ഒരു ദേവതക്ക് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത് നമുക്ക് ഇവരെ എല്ലാരും കൂടി ഈ ഒരു ടീമിനെ ഫോം ചെയ്തെടുത്തില്ലേ, ഹാറ്റ്സ് ഓഫ് ടു യു കേട്ടോ. ഭയങ്കര നല്ലൊരു വൈബ്രന്റ് ആയിട്ടുള്ള നല്ല ഒരു ടീം. അപ്പൊ ഇപ്പൊ തന്നെ ഈ ഒരു രസമാണെങ്കിൽ ഷൂട്ടിംഗ് പീരീഡിൽ നിങ്ങൾ ശരിക്കും എത്രത്തോളം എൻജോയ് ചെയ്ത് എല്ലാവരുടെ ആയുസ് കൂട്ടിയിട്ടുണ്ടാവും, ചിരിച്ച് 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 ചിരിച്ച്. അപ്പോ ഹാറ്റ്സ് ഓഫ് ടു യു. ധീരന്റെ റിലീസിന് വേണ്ടിയിട്ട് ഈ ജൂലൈ വരെ കാത്തിരിക്കണമെന്നുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ. ഇപ്പൊ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ പോയി കാണാനുള്ള അത്രയും രസം തോന്നുന്നു. ഇപ്പൊ കാണാൻ പറ്റില്ല, എന്തായാലും ജൂലൈയിലാണല്ലോ ഡേറ്റ് ഫിക്സ് ആവുന്നതല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും എല്ലാവർക്കും, എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.